അപ്പോൾ അതുകൊണ്ട് കോലപ്പൂർ ടൗണിൽ കയറേണ്ട അടുത്ത് പൂന പിടിച്ചാണ്ട് പോവാണ്. അപ്പോൾ 6 കഴിഞ്ഞു, മഴക്കോളേക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ എന്താ കിട്ടിയ സ്ഥലം നോക്കിയതാ, ഒരു ഹൈവേയുടെ പാലം പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴ കൊള്ളാണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കുറച്ച് ദിവസമായി മാഗിക്ക് ഉണ്ടാക്കിയിട്ട് എന്തായാലും കയ്യിൽ പൈസ ഒന്നും ഇല്ല, എല്ലാം കാലേ. അപ്പോൾ മാഗി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് വെറൈറ്റി മാഗി ഉണ്ടാക്കാം നമുക്ക്. അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള സ്ഥലത്ത് നിൽക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിക്കും. എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ കളികളെ ഇന്നപ്പോൾ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ചതിന് ശേഷം അടുത്ത കാര്യം പറയുന്നതായിരിക്കും. ഒരു വെറൈറ്റി ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനം അത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടയാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് സവോള നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ. പൊടിക്ക് ഉപ്പും വെളിച്ചെണ്ണിട്ട് ഇവരങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. ചുമക്കണം കൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗി മസാലയുടെ മസാലപ്പൊടി 2 പാക്കറ്റ് ഇതിലേക്ക് ഇടണം കേട്ടോ. 2 പാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ മാഗിയിലേക്കുള്ള മസാല. 2 പാക്കറ്റ് അത് ഇട്ടു. പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് മാഗി പൊടിച്ച് 2 പാക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ മസാലയും മാഗിയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ചെറിയ ചൂടായി കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നമ്മളോട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങി ഇതെടുത്തിടണം. ഉരുളക്കിഴങ്ങ് അധികം വേവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങും നമ്മളെ സെറ്റാക്കിയ മസാലയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് വെക്കണം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇടണം കേട്ടോ. ഉപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടാൻ പോകട്ടോ. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ മുട്ട പൊരിക്കാൻ ഇടാട്ടോ. ചെറിയ എരിവിന് കുറച്ച് മുളക് കൂടി ഇടാട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാഗി വേവിക്കാനുള്ള വെള്ളം മാത്രം മതി. ഓവർ വെള്ളം ഒഴിച്ചിട്ട് കൊടാക്കരുത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുട്ട അതിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് സംഭവം ഇളക്കിയിട്ട് നന്നായിട്ട് വേവിക്കണം. ഓരോ അലങ്കാരത്തിന് ഒരു സിംഗിൾ ബുൾസൈ. അപ്പോൾ തന്നെ പപ്പമ്മയുടെ സ്പെഷ്യൽ മാഗി മസാല ആണ്ടത് വെജിറ്റബിളാണ്. അപ്പോൾ എനിക്ക് മാത്രം കഴിക്കാനല്ല, ബെല്ലക്കും കൂടി ഉള്ളതാണ് ഇത്ര വലുത് ഉണ്ടാക്കിയത്. ഓക്കെ, സാധനം ഉണ്ട്, അടിപൊളിയായില്ലേ. നല്ല ഉപ്പും ടേസ്റ്റ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇരുട്ടാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ടെൻറ്റിൻ്റെ അകത്ത് മാത്രമേ ലേറ്റ് ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ അധികം ഒന്നും കാണിക്കാണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നാളത്തെ വീഡിയോസ് നാളോട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. അപ്പോൾ ഞങ്ങൾ സാധനം കിടക്കട്ടെ. ഓക്കെ.